ഗാസയുടെ വിപുലമായ പ്രദേശങ്ങൾ പൂർണ്ണമായും തകർക്കുകയും 46,000 പലസ്തീനികളെ കൊന്നൊടുക്കുകയും ചെയ്ത യുദ്ധത്തിന് ഒടുവിൽ വിരാമം. 15 മാസത്തോളം രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. സംഘർഷം ആരംഭിച്ചതു മുതൽ വെടിനിർത്തലിനായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തന്നെയാണ് 1.5 വർഷത്തിനു ശേഷം ഇസ്രയേലും ഹമാസും അംഗീകരിച്ചത്. യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ശക്തിപ്പെടുന്നതും ഈ സാഹചര്യത്തിലായിരുന്നു. ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറിയാൽ കരാർ അംഗീകരിക്കുമെന്ന് ഹമാസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ ഗാസയിൽ സൈനിക ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപിച്ച് നെതന്യാഹു കരാറുകൾ നിരസിക്കുകയായിരുന്നു. സഖ്യകക്ഷികളുടെ എതിർപ്പിനെ മറികടന്ന് കരാർ അംഗീകരിക്കാൻ നിരവധി കാരണങ്ങൾ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഗാസയിൽ തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടു എന്നതാണ് വസ്തുത. ഇസ്രയേൽ ആക്രമണങ്ങൾ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തെങ്കിലും കൂടുതൽ കരുത്തോടെ അവർ പുനഃസംഘടിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ട പ്രവർത്തകർക്ക് പകരമായി പുതിയ ആളുകളെ ഹമാസ് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അമേരിക്കൻ വിലയിരുത്തൽ. സൈനിക മാർഗങ്ങളിലൂടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവില്ലായ്മ, സംഘർഷം താൽക്കാലികമായി നിർത്തി ബന്ദികളെ മോചിപ്പിക്കാനുള്ള കൂടുതൽ പ്രായോഗിക നിലപാട് സ്വീകരിക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഘടകം നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. വെടിനിർത്തലിന് പ്രേരിപ്പിച്ചിരുന്നെങ്കിലും ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്ക് പൂർണ്ണ പിന്തുണയാണ് ബൈഡൻ ഭരണകൂടം നൽകിയിരുന്നത്. US ആയുധങ്ങൾ നൽകുന്നത് തുടരുകയും ആഗോള വേദികളിൽ ഇസ്രയേലിന് നയതന്ത്ര സംരക്ഷണം നൽകുകയും ചെയ്തു. ഇസ്രയേലിനെതിരെ ഫലപ്രദമായ സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കാനും ബൈഡൻ വിസമ്മതിച്ചു. താൻ വൈറ്റ് ഹൗസ് വിടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വെടിനിർത്തൽ കരാർ നടപ്പിലായതെന്നാണ് ബൈഡൻ അവകാശപ്പെടുക. എന്നാൽ ചർച്ചകളിൽ ഡൊണാൾഡ് ട്രംപ് പ്രധാന പങ്ക് വഹിച്ചതായി അറബ് ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നു. ബൈഡൻ വർഷം മുഴുവൻ ശ്രമിച്ചിട്ടും നേടാൻ കഴിയാത്തത് ട്രംപിന്റെ പ്രതിനിധിയായ വിറ്റ്കോഫിന് ഒരൊറ്റ ചർച്ചയിൽ നേടാൻ കഴിഞ്ഞുവെന്നായിരുന്നു ടൈംസ് ഓഫ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത്. ഇസ്രയേൽ അനുകൂല നിലപാടുകൾക്ക് പേരുകേട്ടയാളാണ് ട്രംപ്. എന്നാൽ വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയാൽ പശ്ചിമേഷ്യയിലെയും യുക്രൈനിലെയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രചാരണ വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ചാൽ യമനിലെ ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെയും ആക്രമിക്കുന്നത് അവസാനിപ്പിക്കും. ചെങ്കടൽ ശാന്തമായാൽ ചരക്ക് ഗതാഗതം പുനരാരംഭിക്കാനാകും. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പ സമ്മർദ്ദം കുറയ്ക്കും. നിലവിൽ ഇരു കക്ഷികളുടെയും ശ്രദ്ധ ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിലായിരിക്കും. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ബന്ദികളെ കൈമാറാൻ കഴിയും. എന്നാൽ യഥാർത്ഥ വെല്ലുവിളി മൂന്നാം ഘട്ടമാണ്. ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണമെന്ന ഹമാസിന്റെ ആവശ്യമാണ് മൂന്നാം ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുക. ഹമാസിനെ തകർക്കാൻ കഴിയില്ലെന്ന് ഇസ്രയേലിന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. സംഘടന ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിലനിൽക്കും. ഗാസയിൽ ഭരണം നടത്തുന്ന ശക്തിയായി ഹമാസിനെ പരിഗണിക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് മൂന്നാം ഘട്ടത്തെ പ്രതിസന്ധിയിലാക്കുന്ന വെല്ലുവിളി. ഇതിനെ മറികടക്കാൻ ഇസ്രയേൽ ഗാസയിൽ തുടരുകയാണെങ്കിൽ ശാശ്വതമായ വെടിനിർത്തൽ കരാർ ഉണ്ടാകില്ലെന്നും യുദ്ധം വീണ്ടും തുടരുമെന്നുമാണ് നിരീക്ഷകർ ആശങ്കപ്പെടുന്നത്. കൂടാതെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ പിന്തുണച്ചിരിക്കുകയാണ് ഹൂതി വിമതർ. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇസ്രയേലിനെതിരായ സൈനിക നടപടികളും ചെങ്കടലിലെ വാണിജ്യ കപ്പൽ ആക്രമണങ്ങളും അവസാനിപ്പിക്കുമെന്ന് ഹൂതി വക്താവ് പറഞ്ഞിരുന്നു. എന്നാൽ യമനിനെതിരായ ആക്രമണം തുടർന്നാൽ നിലപാടിൽ മാറ്റം വരുത്തുമെന്ന് സംഘം അറിയിച്ചു. ഗാസ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷമുള്ള 3 ദിവസങ്ങളിൽ പലസ്തീനിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നത് തുടരും. ഇസ്രയേൽ കരാർ ലംഘനം നടത്തിയാൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും ഹൂതി വക്താവ് വ്യക്തമാക്കി. അതേസമയം ചെങ്കടൽ പാതയിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിക്കുമെന്ന് സംബന്ധിച്ച് കമ്പനികൾക്കിടയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഇസ്രയേലിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സൈനിക നടപടി. ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചെങ്കടലിലെ ബാബ അൽ മദേബിലൂടെ കടന്നുപോകുന്ന ഇസ്രയേലുമായുള്ള സഖ്യ കക്ഷികളുമായും ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടും ആക്രമണം നടത്തി.